പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ സുപ്രഭാതം. ഇന്ന് ഒക്ടോബർ 14. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ ഇന്ന് ദുഃഖകരമായ ദിവരഹസ്യങ്ങൾ യേശു കുരിശ് ചുമക്കുന്നു എന്നതാണ് നമ്മുടെ ധ്യാന വിഷയം. ജീവിതത്തിൽ കുരിശ് ചുമക്കാത്തവരാരുമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിച്ചിട്ടത് ചിന്തിച്ചാൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യം. 21 മുതലുള്ള 3 വാക്യം വായിച്ചാലും കാര്യങ്ങൾ പിടികിട്ടും. മത്തായി 27-22, ലൂക്കാസ് സുവിശേഷകൻ 26 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 19-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വളരെ വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ തന്നെ കുരിശെന്നൊരു സാധനം കാണാൻ നിങ്ങൾ ആരെയും നോക്കണ്ട. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നേരെ നിവർന്ന് 2 കൈ ഇങ്ങനെ വിരിച്ച് നിന്നാൽ നിങ്ങളാണ് കുരിശ്. ഭൂമിയിൽ വേറെ ഒരു കുരിശിനെയും കാണണ്ട. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെക്കുറിച്ചൊരു അവബോധം വെച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം കുരിശാണ്. ഞാനതിൻ്റെ വശങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വരാം. പ്രിയ സുഹൃത്തെ, എനിക്ക് യോഹന്നാൻ്റെ സുവിശേഷമാണ് അതിനകത്ത് വായിക്കാൻ ഇഷ്ടപ്പെട്ട് തോന്നിയത്. കാരണം തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന ഗോൽഗുത്തയിലേക്ക് അവൻ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു. അവൻ്റെ കുരിശ് ചുമക്കുന്നതിന് സഹായിച്ച വ്യക്തികളുണ്ട്. കിരീനേക്കാരൻ, അദ്ദേഹം അങ്ങനൊരു വ്യക്തിത്വത്തെ അവിടെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ വരുന്നുണ്ട്. കുരിശ് ചുമന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ പോവുക. ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിന്തിക്കണം. തച്ചൻ്റെ മകനെ അവൻ്റെ അപ്പൻ പണിയുന്ന തടി ചുമപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അവൻ്റെ അപ്പൻ പണിയുന്ന തടി കുരിശൊരു പക്ഷേ യോസഫ് പണിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ വളർത്തച്ഛൻ യോസഫ് ഒരിക്കലും കുരിശ് പണിഞ്ഞ് കാണത്തില്ല. പക്ഷേ അപ്പൻ എന്ത് പണിയാണോ ചെയ്തത്, ആ അപ്പൻ, വളർത്തച്ഛനാകുന്ന അപ്പൻ ചെയ്യുന്ന അതിൽ നിന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമെന്ന് പറയും. ഒരു ഉൽപ്പന്നം ഉണ്ടാകും. അതും വഹിച്ചുകൊണ്ട് യേശു പോവുകയാണ്. 2, ജീവിതത്തിൽ ഇത്ര നാൾ ആരും മരിച്ചിട്ട് മരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പല വേദഗ്രന്ഥങ്ങളിൽ, ബൈബിള് അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥം, മഹാഭാരതവും രാമായണം ഒക്കെ ആകട്ടെ, അതിനകത്തൊക്കെ മരിച്ചവരുടെ പ്രസൻസൊക്കെ വന്നിട്ടുണ്ട്. 2 വലിച്ചു കയറിയത് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി കാര്യം. ഞാനത് അതിലൊക്കെ പോകുന്നില്ല. പ്രിയ സുഹൃത്തെ, സ്വന്തം മരണക്കിടക്ക ചുമന്നുകൊണ്ട് പോയി അതേ കിടന്ന് മരിച്ചവരുണ്ടോ? നല്ലതാണ് യേശു ക്രിസ്തു. സ്വന്തം മരണക്കിടക്ക വഹിച്ചുകൊണ്ട് പോവുക. എനിക്ക് മരിക്കും. ഇനി 2, ആരെങ്കിലും നിലത്തും ആകാശത്തും അല്ലാതെ കിടന്ന് മരിച്ചിട്ടുണ്ടോ? ശരിയാ, കട്ടിലേ കിടന്ന് മരിക്കുന്നവരൊക്കെ എങ്ങനെ കിടന്ന് മരിക്കുന്നതല്ലേ? ശരിയല്ലേ? പക്ഷേ നിവർന്ന് കിടന്ന് മരിക്കുക, നേരെ കിടന്ന് മരിക്കുക. അതാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ സാധാരണ മനുഷ്യരിൽ നിന്നുള്ള പ്രത്യേകത. നിവർന്ന് കിടന്ന് മരിക്കുന്ന യേശു. ഇനി നിവർന്ന് കിടന്ന് മരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെയും എങ്ങനെങ്കിലുമൊക്കെ സഹിക്കാം. പക്ഷേ ഈ നിവർന്ന് കിടന്ന് മരിച്ച മനുഷ്യൻ്റെ കയ്യിലേക്ക് 2 കരങ്ങളിലേക്ക് ആണിയടിച്ച് കയറുന്നു. 2 കാലം കൂട്ടിച്ചേർത്ത് വെച്ച് അതിനകത്ത് ആണിയടിക്കും. അപ്പോൾ ആണിയുടെ നീളം എത്രമാത്രം കാണും? ഒരു തടിക്കകത്തൊരുത്തൻ കിടക്കണം. അതേസമയം തന്നെ 2 കാലുകൾ ഭേദിച്ചുകൊണ്ട് അത് തടിയിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പോൾ എത്രത്തോളം വലിയ ആണിയായിരിക്കും? ചെറിയൊരു മുട്ടുസൂചി വേണ്ട രക്തത്തിൽ നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സാധനം കൊടുത്തു എങ്ങനെ പിടിക്കുന്നവരാണ് നമ്മൾ. അവിടെയാണ് അത്രത്തോളം വേദന. ഉൾക്കിരീടം തലയിരിപ്പുണ്ട്. അപ്പോഴൊക്കെ ഈ വേദനയൊക്കെ സഹിക്കാൻ യേശുവിന് എങ്ങനെ ശക്തി കിട്ടിയെന്നുള്ളത് അത് പിതാവാം ദൈവത്തോടൊക്കെ ചോദിക്കേണ്ടി വരും, അല്ലെ യേശുവിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇനി ഇതൊക്കെ സഹിച്ച് യേശു മരിച്ചു. യേശു കുരിശും ചുമന്നുകൊണ്ട് പോകുന്നതാണ് ഇതിനകത്തെ പ്രത്യേകത. നമ്മുടെ യേശു കുരിശ്. പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ കുരിശുകളില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മക്കൾ വഴിയോ ആരെങ്കിലുമൊക്കെ വഴി നമുക്ക് കുരിശുകൾ വരും. എന്നാൽ ഇതിനെ ക്ഷമയോടെ ഏറ്റെടുക്കണമെങ്കിൽ സന്തോഷം ഒരുപാടുള്ള കാലത്ത് കുറേയൊക്കെ സ്റ്റോർ ചെയ്യുക. ഇതൊരു മൈൻഡിൽ സ്റ്റോർ ചെയ്യുക. എനിക്കൊരു കാലത്ത് ദുഃഖം വന്നാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത ശക്തി വഴിയാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിന്, അതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ വന്ന ദുഃഖത്തെ ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് നന്മയാക്കി എടുക്കും. ഞാൻ വിവാഹ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഭാര്യയുടെ നന്മ ഭർത്താവിൻ്റെ തിന്മയെ കുറയ്ക്കട്ടെ. ഭർത്താവിൻ്റെ തിന്മ ഭാര്യയുടെ നന്മ കൊണ്ട് നികത്തപ്പെടട്ടെ. അപ്പോൾ കുടുംബജീവിതം ഒക്കെ ആവും.
ഇത് രണ്ടും തിന്മയിലങ്ങ് നിന്നാലോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് മുൻപേ നടന്നവർക്കും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ അത് പ്രയാസത്തിൽ നിലനിന്നില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അവർ ആ പ്രയാസത്തെ സന്തോഷത്തിലേക്ക് മാറ്റാൻ പരിശ്രമിച്ചു. നമ്മൾ പലരും വീണിടത്ത് കിടക്കും. വീണിടത്ത് കിടക്കുന്നവനല്ല ബുദ്ധിമാൻ, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും താലോലിക്കുന്നത് വേദനകളെയാണ്. വേദനകളെ താലോലിക്കാൻ ദൈവം എങ്ങും പഠിപ്പിച്ചിട്ടില്ല. വേദനയിൽ നിന്നും മാറുക. സഹിച്ചേ മതിയാകൂ എന്ന് കണ്ടാൽ സഹിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കൊട്ടാരക്കര ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. രക്ഷിക്കാൻ പോയതാണ്. 2 പേര് കണ്ടിച്ചാടി രക്ഷിക്കാൻ പോയതാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ, എൻ്റെ സുഹൃത്ത് വർണ്ണി എന്ന് പറയപ്പെടുന്ന ആളിലൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ചാടി ഇറങ്ങി. അപ്പോഴത്തേക്ക് അവിടെ വെച്ച് കിണറിൽ തൂണിടിഞ്ഞ് വീണു. എല്ലാം അറിഞ്ഞു, വല്ലതും അറിഞ്ഞു. അദ്ദേഹം ഭയങ്കരമായിട്ട് സേവനം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പേരൊക്കെ നിങ്ങൾ പത്രത്തിൽ നിന്ന് വായിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തെ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നാലും സഹിക്കാനുള്ള മനസ്സ് നമുക്ക് സ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ ആർജിക്കാൻ സാധിക്കട്ടെ. നല്ല ദിവസം. ഇന്നത്തെ ജപമാല ചൊല്ലുമ്പോൾ ഓർക്കുക, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പ്രാർത്ഥനയ്ക്കും ജീവിതത്തിനും ഒക്കെ ഒരേ ബന്ധമാണ്. നിർത്തുന്നു. ജോൺസൺ കരു.